ഗൈസ്, സോ ഇന്ന് നമുക്ക് പറഞ്ഞ പോലെ ഒരു പുതിയ എക്സമേറ്റിൻ്റെയും എന്താ പറയുക, പുതിയതല്ല, എക്സമേറ്റ് റിട്ടേൺ വന്നിരിക്കുകയാണ്, റെഡ് എക്സമേറ്റ്. സോ ഇതെൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള എക്സമേറ്റ് ആയിരുന്നു. സോ ഇത് എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് എടുക്കാൻ പോവാണ്. 2000 ഡയമണ്ട് ഉണ്ട്. എന്തായാലും നമ്മൾ എന്തായാലും എടുക്കും അത്. സ്പിൻ കറക്റ്റ് നോക്കാം. ഓക്കെ, 140 ആയിട്ടുണ്ട്. എന്തോ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ബൈസൺ നൈറ്റ്മെയർ കിട്ടിയിട്ടുണ്ട്. ഇതാണോ ബൈസൻ്റെ ടോപ്പ് ബൈസൺ കിട്ടിയതപ്പോൾ? ഏതാണ് ഈ ബൈസനാണ് കിട്ടിയിരിക്കുന്നത്. ആർമർ പെനിട്രേഷനും സിംഗിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ ബൈസനാണ് കിട്ടിയിരിക്കുന്നത്. ഡബിൾ ഡാമേജിൻ്റെ കിട്ടിയിട്ടില്ല. ഓക്കെ, 200 ആയിട്ടുണ്ട്. സ്പിനോട് കറക്കുക. 124. 20 സ്പിനോട് കറക്കാം. ഗൈസ്, നമ്മളങ്ങനെ എക്സമേറ്റ് എടുത്തിരിക്കുന്നു. ഈ ബൈസനും എടുക്കണം എന്നുണ്ട് എനിക്ക്. സോറി ഗൈസ്, ഞാൻ ഇപ്പം തന്നെ എണീറ്റ് കണ്ണ് തുറന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ ഓടി വന്ന് സ്പിൻ ചെയ്യാന്നുള്ള രീതിയിൽ വന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഉറക്കം തോന്നുന്ന പോലെ എൻ്റെ ഒരു ശബ്ദം വരുന്നത്. വേറെ നമുക്ക് ബൈസൺ നമുക്ക് എടുക്കാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിട്ടണം നമുക്കൊരു യാതൊരുവിധ ഉറപ്പുമില്ല. എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാനും പറ്റുമോ? ഡബിൾ റേഞ്ച്, ഡബിൾ ഡാമേജ്. ഓക്കെ, 225 നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. അത് നമുക്കിപ്പോൾ കറക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അതൊന്നും കറക്കി നോക്കിയാലോ? ഓക്കെ, ഒന്നും 10 കുഴപ്പമില്ല. ഗൈസിന് 2 സ്പിൻ കൂടി ഉള്ളൂ. നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ. കിട്ടുമോ? എക്സമേറ്റ് അല്ല, ബൈസൺ. എന്താണ് അവസ്ഥ? 137 ആയിട്ടുണ്ട്. സോ ഉപവീത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കറക്കാന്നുള്ള ഇതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് മൈനസാണ്. ഇപ്പോൾ ഡബിൾ ഡാമേജ് ഉണ്ടായിട്ട് റേഞ്ച് മൈനസ് ആയി കഴിഞ്ഞാൽ അതുമാതിരി ക്ലോസ് റേഞ്ചിൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എടുക്കണമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗണ്ണ് എക്യുപ്പൈ ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക ഗെയിം കളിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇത് ഓക്കെ. പിന്നെ സോറി ഗൈസ്, എൻ്റെ ഒരു ശബ്ദം ഇങ്ങനെ ഒരു ഉറക്കം വന്ന പോലെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ തന്നെ എണീറ്റിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ്, നിങ്ങളത് ക്ഷമിക്കുക. ഈ ബിസൺ എവിടെയാണ്? ബിസൺ ഓക്കെ. സമയത്ത് 29 വെച്ച് പോകുന്നുണ്ട്. റേറ്റ് ഓഫ് ഫയറും കൊടുത്തിട്ടുണ്ട്. ആർമർ പെനിട്രേഷൻ
ഗൈസ് ഞാനിപ്പോൾ ഇത് ഒരു ബൈസനും മെച്ചമായിട്ട് യൂസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈസൺ അത്യാവശ്യം നൈസായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ഓഫ് ഫയർ കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലും ഡാമേജ് കൂടുതലായിട്ട് കയറുന്നുണ്ട്. 2 അടി കൊള്ളുമ്പോഴേക്കും മറ്റേ വെസ്റ്റൊക്കെ പൊട്ടി പെട്ടെന്ന് തന്നെ എന്താ പറയുക നല്ല ഡാമേജ് കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ബൈസനായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. മറ്റേ റേഞ്ച് മൈനസ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരത്തുനിന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ഡാമേജ് ഭയങ്കരമായിട്ട് കുറയും. പിന്നെ അത് വലിയ യൂസ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിത് മതിയെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു ഇവൻറ്റ് വരുമ്പോൾ നമുക്ക് വീണ്ടും കറക്കാം. ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബർ കയറട്ടെ. ഒരു 100 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു വീക്കിലി ഗീവ് അവേ നമുക്ക് നടത്താം. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, നമ്മൾ എന്താ പറയുക ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനായിട്ട് കമൻറ്റ് ചെയ്യൂ. ഗീവ് അവേ നമ്മൾ എന്തിനാണ് നടത്തേണ്ടത് എന്നുള്ളത്. താങ്ക് യു. ബൈ ഗൈസ്.